തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാന വട്ടത്തിൽ ഒരുക്കത്തിലാണ് മലയാളികൾ. നാടും നഗരവും ഉത്രാട പാച്ചിലാണ്. മധ്യകേരളത്തിലെ വിശേഷങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മധ്യകേരളത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്നും അശ്വതി കൂടി ചേരുകയാണ്. അശ്വതിയിലേക്ക് പോവുകയാണ്. അശ്വതി മോൾ എവിടെയാണ് നിൽക്കുന്നത്? എങ്ങനെയാണ് മധ്യകേരളത്തിലെ ഒരു കാഴ്ചകൾ? അവിടെയും തിരക്ക് തന്നെയാണോ അനുഭവപ്പെടുന്നത്? കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് അവിടുന്ന് പങ്കുവെക്കാനുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ് അശ്വതി? കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ എന്ത് ആഘോഷമുണ്ടെങ്കിലും അത് നമുക്ക് ഏറ്റവും വിസിബിളായി കാണാൻ സാധിക്കുന്നത് ബ്രോഡ്വേ മാർക്കറ്റാണ്. ബ്രോഡ്വേ മാർക്കറ്റിൽ തിരക്കാണ്. ഈ ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണണമെങ്കിൽ ഈ ബ്രോഡ്വേയിൽ തിരക്ക് കാണണം. ഇവിടെ ഓണമായിക്കോട്ടെ, ക്രിസ്തുമസ് ആയിക്കോട്ടെ, എന്ത് ആഘോഷങ്ങളാണെങ്കിലും ബ്രോഡ്വേയിൽ ഈ സമാനമായ രീതിയിലുള്ള തിരക്ക് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഏറ്റവും വെറൈറ്റി ആയിട്ട് പുതിയ പുതിയ വസ്ത്രങ്ങളായിക്കോട്ടെ, മറ്റ് കാര്യങ്ങളെല്ലാം ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടം, അതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഇടം, അത് തന്നെയാണ് ബ്രോഡ്വേയിലേക്ക് ആളുകളെ പെട്ടെന്ന് എത്തിക്കുന്നത്. ഇവിടെ അവസാനവട്ട ഓണക്കോടികൾ, മറ്റ് ഓണക്കോടി മാത്രമല്ല, വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊക്കെ ഓണക്കാലത്ത് വളരെ സുലഭമായി ലഭിക്കും, വിലക്കുറവിൽ ലഭിക്കും. അതിനുവേണ്ടി ആളുകൾ എത്തിയിരിക്കുന്നതാണ്. ചേച്ചി, എന്തോ സന്തോഷം ഞങ്ങൾക്ക്. ഇവിടെ ഓണത്തിനൊന്നും എല്ലാ സാധനം എടുക്കണമെന്ന ആ ഒരു സന്തോഷമാണ്. ഇവിടെ എല്ലാ വർഷവും വരും. നല്ല കുറച്ചൊക്കെ കിട്ടാറുണ്ട്. ഇവിടെ 250 രൂപയുടെ നൈറ്റൊക്കെ ആണെങ്കിൽ 200 രൂപയൊക്കെ ഉള്ളൂ എടുക്കാറുണ്ട്. ഈ ഓണാഘോഷമൊക്കെ എവിടം വരെ ആയി? ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇവിടത്തോളം എത്തി. ഞങ്ങൾക്ക് ഈ ഓണം പാടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു. ഇപ്പോൾ ഓണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. എല്ലാവർക്കും സന്തോഷമുള്ളൂ. എല്ലാവരും ഇതുപോലെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. പ്രത്യേകിച്ച് ഡ്രസ്സുകൾ, അത് വളരെ വിലക്കുറവിൽ ഇവിടെ കിട്ടും. ഈ മാർക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും ഇവിടുത്തെ ഒരു തിരക്ക്, എത്ര ആവേശത്തിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് എന്ന് കാണാനായിട്ട് അതിൻ്റെ ഒരു ചെറിയ വേർഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, മറ്റ് ഗാഡ്ഗറ്റ്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആഘോഷ നാളുകളിൽ അതിന് ആളുകൾ വളരെ കൂടുതലായിരിക്കും. എത്തുന്ന സാധനങ്ങളുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ ചില ട്രിക്കുകളൊക്കെ പുറത്തിറക്കിക്കൊണ്ട് ഈ കച്ചവടം പൊടിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിലൊന്നാണ് നമുക്ക് രംഗണ്ണനെ കാണണമെങ്കിൽ കാണാം. ചേട്ടാ, ഇവിടെ അമ്പാനെ എന്ന് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ, എന്താണ് ഈ ഒരു വേഷത്തിലൊക്കെ? ഇതാകുമ്പോൾ നമ്മുടെ ബ്രോഡ്വേ മാർക്കറ്റിന് ഒരു വ്യത്യസ്തത ഉണ്ടാവുമല്ല, അതാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കോമഡിയനെ കാണുകയും നമ്മളൊരു കോമഡിയനെ സന്തോഷത്തോടെ ബിസിനസ് ചെയ്യുമ്പോഴേക്ക് ജനങ്ങൾക്ക് നമ്മളോട് കൂടുതൽ അടുപ്പമുണ്ടാവും. ബിസിനസ് കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ഒരു 3 ദിവസമായിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെന്നാൽ നമ്മളിപ്പോൾ എന്താണ്, ജനങ്ങൾ ഒരു ചെറിയ ഡൗൺ ആയ സ്റ്റേജിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉത്തേജകമായിക്കോട്ടുള്ളട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്തേക്കുന്നത്. ഏതാ ചേട്ടന്റെ പേരെന്താ? പേര് നിസാർ, മുളകാട്. നിസാറിയായിട്ട് ഇതുപോലെയുള്ള ചില ട്രിക്കുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ആളുകളെ കയ്യിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രസ്സുകളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടിയും ഈ ചേട്ടന്റെ കടയിലേക്ക് ആളുകൾ ഇരച്ചെത്തുകയാണ്. ഇത് കാണാൻ തന്നെ ആളുകൾ എത്തുന്നു. അതിനോടൊപ്പം തന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നു. മാത്രമല്ല, കൈക്കുഞ്ഞുമായിട്ടൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ അവസാന നിമിഷ പർച്ചേസിങ്ങിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അമ്മ, ഓണമൊക്കെ എവിടം വരെയായി? ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ വലിയ ചമ്മലുണ്ട്. പേടിക്കൊന്നും വേണ്ട, പറഞ്ഞു. ഭയങ്കര നാണമാണ്, കുഴപ്പമില്ല. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. സുരക്ഷയ്ക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അത്തരത്തിൽ ആളുകളെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഇത്രയധികം തിരക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ യൂണിഫോമിലും അല്ലാതെ ഷാഡോ ആയിട്ടും ഒക്കെ തന്നെ പോലീസുണ്ട്. വളരെ കൃത്യമായി സുരക്ഷിതമായി തന്നെ ബ്രോഡ്വേയിലെ ഈ കച്ചവടം, ഈ ഉത്രാട പാച്ചിൽ വലിയ രീതിയിൽ പൊടിക്കുകയാണ്. നമ്മളിനി എത്തുന്നത് ബ്രോഡ്വേയുടെ മാർക്കറ്റിലേക്കാണ്. അതായത് പഴം പച്ചക്കറി മാർക്കറ്റിലേക്കാണ് എത്തുന്നത്. അവിടെയും വളരെ രസകരമായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തവണ ഓലക്കുടയൊക്കെ ഉണ്ട്. അതായത് മാവേലിക്കുള്ള ഓലക്കുടയൊക്കെ പ്രത്യേക സ്റ്റോളായിട്ട് തന്നെ അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഈ ഉത്രാടം എന്ന് പറയുന്നത്, ഈ ഓണം എന്ന് പറയുന്നത് കൊച്ചിക്കാരങ്ങനെ പൊടിക്കുകയാണ്. അതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അശ്വതി, തീർച്ചയായും അശ്വതി മോൾ പറഞ്ഞ പോലെ നമ്മൾ ബ്രോഡ്വേയിലെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കൊച്ചിയിൽ നല്ല വൈബാണെന്ന ദൃശ്യങ്ങളിലൂടെയും
പലരുടെയും പ്രതികരണത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഉത്രാടപ്പാച്ചിലാണ് മധ്യകേരളത്തിലെ ആളുകളും